അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിർ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. തഹജ്ജുദ് നിസ്കാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വഫാത്തിൻ്റെ വേള വരെ വളരെ കണിശതയോടെയും ശ്രദ്ധയോടെയും പ്രാധാന്യത്തോടെയും ഗൗരവത്തോടെയും മഹാനുഭാവൻ നിസ്കരിക്കുകയും സമൂഹത്തോട് നിസ്കരിക്കാനായി കൽപ്പിക്കുകയും ചെയ്ത ഏറെ ഫലസിദ്ധിയുള്ള, ഏറെ ശ്രേഷ്ഠതയുള്ള, ഏറെ പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരം. ജീവിതത്തിൽ എല്ലാ സഹോദരന്മാരും ഈ റബീഉൽ അവ്വൽ മുതൽ, ഈ ശബ്ദം കേൾക്കുന്നത് മുതൽ മരണനേരം വരെ നിസ്കരിച്ചു ശീലിക്കണമെന്ന് ആമുഖമായി ഞാൻ ആവശ്യപ്പെടുകയാണ്. عن عبد الله بن سلام رضي الله عنه أن النبي صلى الله عليه وسلم قال أيها الناس നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഏ മനുഷ്യരെ, അഫ്ശുസ്സലാം, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക. വഅത്ഇമുത്ത്വആം, നിങ്ങൾ ഭക്ഷണം ഭക്ഷിപ്പിക്കുക. വസല്ലൂ ബില്ലൈലി വന്നാസു നിയാമുൻ, ജനങ്ങൾ ഉറങ്ങുന്ന നേരത്ത് നിങ്ങൾ നിസ്കരിക്കുക. തദ്ഖുലുൽ ജന്നത ബിസലാം, എങ്കിൽ നിങ്ങൾ സമാധാനപൂർവ്വം സ്വർഗത്തിലേക്ക് പ്രവേശിക്കും. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിലൂടെ നാം പഠിക്കേണ്ട പാഠം, നാളെ ശാന്തരായി സ്വസ്ഥരായി സമാധാനത്തോടുകൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള പുണ്യകർമ്മങ്ങളിൽ, തിരുസുന്നത്തുകളിൽ ഒന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ച സുന്നത്ത് നിസ്കാരം എന്നാണ്. അവിടുത്തെ കാലിന് നീര് വരുന്നത് വരെ കാന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂമു മിനൽ ലൈലി ഹത്താ തതഫത്തറ ഖദമാഹു, രണ്ട് കാലിനും നീര് വരുന്നത് വരെ അവിടുന്ന് തഹജ്ജുദ് നിസ്കാരം തുടർന്നിരുന്നു എന്നാണ്. ആലോചിച്ചു നോക്കൂ, അള്ളാഹു നമുക്ക് ഭക്ഷണം തന്നു, അള്ളാഹു നമുക്ക് വെള്ളം തന്നു, അള്ളാഹു നമുക്ക് ശുദ്ധവായു ഒരുക്കി തന്നു, അള്ളാഹു ഇതുവരെയും ജീവിതം തന്നു. സുഭിക്ഷമായി ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ ആലോചിക്കണം, ഈ ഉറക്ക് അല്ലാഹു തആല തരുന്ന അമൂല്യമായൊരു അനുഗ്രഹമാണ്. അത് അല്ലാഹു തആല എത്രയാണോ ആവശ്യപ്പെടുന്നത് അത്രയാണ് ഉറങ്ങേണ്ടത്. ആ അളവിലുള്ള ഉറക്കം മതി. ഇശാ കഴിഞ്ഞാൽ അനാവശ്യ സംസാരങ്ങളിൽ ഏർപ്പെടാതെ ഭക്ഷണം കഴിച്ച് സമയമുള്ളവർക്ക് വേഗം കിടന്നുറങ്ങാം. ആ ഉറക്ക് കഴിഞ്ഞ് സുബ്ഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റാൽ ഇൻഷാ അല്ലാഹ് സാവകാശം 2 റക്അത്ത് ഭക്തിയോടെ 2, 4, 6 സല്ലല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ലൈലി മഥന മഥന, ഈ 2 റക്അത്തുകളായിട്ടാണ് തഹജ്ജുദ് നിസ്കാരം. 2 റക്അത്തെങ്കിലും നിസ്കരിച്ചാൽ ആ തഹജ്ജുദോടുള്ള ബാധ്യത നിറവേറ്റിയവരായി. ജീവിതത്തിൽ എപ്പോഴും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസുന്നത്തുകളിൽ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ കഴിയുന്ന, അനായാസം കൊണ്ടുവരാൻ കഴിയുന്ന സുന്നത്തുകളെ കൊണ്ടുവരാൻ നാം ശ്രദ്ധിക്കണം. ഖബറിൽ സുഖമായിട്ട് കിടക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് തഹജ്ജുദ് നിസ്കാരം എന്ന് നാം പഠിക്കണം. മഹാന്മാരായ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, തഹജ്ജുദ് പതിവാക്കിയാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണങ്ങളിലൊന്ന് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടും എന്നാണ്. അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും ഇനിയുള്ള കാലങ്ങളിൽ തഹജ്ജുദ് പതിവാക്കുക. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും.